കഴിവ് തന്നെയാണ്. ഒരു കൊലപാതകയെ നോക്കുന്ന പോലെയാണ് ആളുകൾക്ക് എന്നെ നോക്കുന്നത്. എനിക്കിഷ്ടമില്ലായിരുന്നു ഇവിടെ പ്രാക്ടീസ് തുടങ്ങാൻ. അച്ഛന്റെ ദുരഭിമാനത്തിന് വഴങ്ങിക്കൊടുത്തതാണ് അബദ്ധമായത്. ഈ വല്യേട്ടൻ എവിടുന്നോ ആരുടെയോ വരം കിട്ടിയെന്ന് പറയുന്നത് നേര് തന്നെയാണോ? നിനക്കെന്താ വട്ടുണ്ടോ? അങ്ങനെ വരം കിട്ടി ചികിത്സിക്കാമെങ്കിൽ ഈ ലോകത്തുള്ള മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ അടച്ചുപൂട്ടാലോ. തട്ടിപ്പാ, വെറും തട്ടിപ്പ്. ആ ബോധക്ഷയക്കാരൻ എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ ഇതൊരു ഒത്തുകളിയാവും. അയാളെ മാത്രമല്ലല്ലോ, ദിവസേന എത്ര പേരെയാ വല്യേട്ടൻ ചികിത്സിക്കുന്നത്? അങ്ങനെ മുഴുവനും ഒത്തു കളിക്കാൻ പറ്റുമോ? എന്തോ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാനിനി എന്ത് ചെയ്യുന്നു? ഉണ്ണിയേട്ടൻ മനസ്സ് വിഷമിപ്പിക്കാതെ. കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാം നേരെയാവും. വെളുക്കുമ്പോ തൊട്ട് അച്ഛൻ ഇപ്പൊ വല്യേട്ടന്റെ ആശ്രമത്തിലോട്ട് നോക്കി ഒരേ ഇരിപ്പാ. ഇനിയിപ്പോ അത് തന്നെയാവോ ഏട്ടന്റെ ഉദ്ദേശം? എന്ത്? അല്ല, അമ്മാവന്റെ ശ്രദ്ധ ക്ഷണിക്കുക. അല്ലെങ്കിൽ പിന്നെ നിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് ആശ്രമം പണിയേണ്ട വല്ല കാര്യമുണ്ടോ? നിന്റെ അച്ഛൻ കൂറുമാറുമോ? അച്ഛൻ മാത്രം കൂറുമാറിയിട്ട് എന്ത് ചെയ്യാൻ? അല്ലേലും വല്യേട്ടൻ അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ കണ്ടിട്ട് ഒന്ന് ചിരിക്കാവട്ടെ, ഒന്ന് മിണ്ടാവട്ടെ, ഒന്നും ഉണ്ടായില്ല. തനി ഒരു സന്യാസിയുടെ മട്ട് തന്നെ. ഉണ്ണിയേട്ടൻ പൊയ്ക്കോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ വരാം. ഉണ്ട് സാർ. വിളിക്കണം? വേണ്ട, ആരും വരാണ്ടായി.